എങ്ങനെ ഇന്ന് നമ്മൾ ഉഷാറായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമ്മളെങ്ങനെ ജോലികൾ തീർക്കാം എന്നാണ് ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ നല്ല ഉഷാറായിട്ട് കട്ടിയുള്ള വാക്കുകളോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പം ആരും മറക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ എസ്കെനെ കണ്ടിട്ടാണ് തുടങ്ങണതിന് മുന്നേ എൻ്റെ പരസ്യം കൂടി ഒന്ന് പറയാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, എൻ്റെ സ്വപ്നകോട് ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ അതും കൂടി പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. നമ്മളെ വീഡിയോയിലൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തോളി. അങ്ങനെ തന്നെ എൻ്റെ വീഡിയോ പറയുകയാണെങ്കിൽ ഇന്ന് ക്ലീനിങ് ഉണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ ആരക്കണി കണ്ടോ പഠിച്ചോന്ന് എനിക്കറിയില്ല. ഏതായാലും ക്ലീനിങ് ആണെന്ന്. അപ്പോൾ എന്താക്കണം ഇന്നത്തെ കുറച്ച് അല്ലറ ചില്ലറ വിശേഷങ്ങളിലേക്ക് കീറിപ്പറിച്ച് കുറച്ച് വിശേഷങ്ങൾ ഞാൻ അവിടെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടോ. അങ്ങനെ രാവിലത്തെ ഏകദേശ പരിപാടികളൊക്കെ അറിയാമല്ലോ, സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും. ഏകദേശം രാവിലെ ഏറെക്കുറെ പണികളൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. കുട്ടികളെ പറഞ്ഞേക്കൾ, പുതിയാപ്പിളക്കില്ല ചോറും കറി, അങ്ങനത്തെ കാര്യങ്ങൾ, ചായക്കാടി, അങ്ങനത്തെ കപ്പീച്ചി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ബാക്കിൻ്റെ പണിക്ക് നമ്മൾ ഒരുങ്ങുള്ളൂ അല്ലേ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ആ പണികളൊക്കെ ഒന്ന് അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ ഇതുക്കണ്ട് ഇറങ്ങിക്കണ്ടോ എന്താ പരിപാടി ചോദിച്ചാൽ വേഗം ഈ പണി കൊണ്ട് എടുക്കട്ടെ വെച്ചിട്ടാണ്. ഇതാണെങ്കിൽ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് മടുത്ത അവസ്ഥയാണ്. ആരോട് പറയണില്ലേ, ആരോട് പറയുന്നു, ആര് കേൾക്കാനൊന്നും വരില്ല. ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. കാരണം ഇവിടെ വേറെ ഇതൊന്നും എടുക്കാൻ വേറെ ആരും ഇല്ല കേട്ടോ. പുറത്തുനിന്ന് ആരും വരുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മടി മാറ്റുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷൻ അതിലില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ മടി മാറ്റിയത് കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇടക്കും തലകയ്ക്കും മടി വരലുണ്ട്. എല്ലാവരും സാധാരണ ആൾക്കാരെ പോലെ തന്നെ എനിക്ക് നല്ല മടിച്ച് തന്നെയാണ് കേട്ടോ. ഞാൻ നല്ല അടിപൊളിയായി മടിയുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ അത് ഞാനിതാ കുറച്ച് നേരത്തിന് മാറ്റി വെക്കും. എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാത്രം മാറ്റി വെക്കണ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നും കൂടിയാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഇത് ഈ ചില്ലി കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ഇന്നേക്കാളും വലിയ പുലികളാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചെയ്യണ കുറച്ച് ടിപ്സ് ട്രിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോയെന്ന് അറിയില്ല. ഏതായാലും ഞാനിവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ മക്കളങ്ങോട്ട് ഒതുക്കി നിർത്താമെന്നാണ് വിചാരിച്ചിട്ടോ. മക്കളെ ഇന്ന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓരോ ചായയൊക്കെ കുടിച്ച് ചായ പോലെ സന്തോഷമാക്കി പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ പണിക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. എല്ലാത്തിനും കച്ചറ പിച്ചറ പറഞ്ഞിട്ടൊന്നും എടുക്കാൻ പറ്റൂല. ആദ്യം നമ്മൾ കുറച്ച് പണികൾ ഒതുക്കണം കേട്ടോ. അടുക്കളയത്തെ ഒരു ഇത്തിരി പണികൾ ഒതുക്കണം. പിന്നെ കുഞ്ഞു കുട്ടികളില്ല അമ്മമാരാണെങ്കിൽ ആദ്യം ഓരോന്ന് സെറ്റിൽമെൻ്റ് ആക്കണം. എന്താ വെച്ചാൽ ഓലല്ലെങ്കിൽ അമ്മ ചോറ്, അല്ലെങ്കിൽ അമ്മ വെള്ളം, അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ബാക്കിൽ ഇങ്ങനെ നടക്കും. അപ്പോൾ ആദ്യം ഓലൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. ഓൽക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് ഓല ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഇരുത്തിയിട്ട് നമ്മളെ പണി എടുക്കാൻ നോക്കുക. അതേ കാരണം ഏറ്റവും നല്ല വലിയൊരു ടിപ്പ്. അപ്പം മക്കളില്ല, കുഞ്ഞു മക്കളില്ല അമ്മമാരോടാണ് പറയുന്നത്. ആദ്യം ഓരെ ശ്രദ്ധിക്കട്ടെ. നമ്മൾ എന്ത് പണി എടുത്തു ആയിക്കോട്ടെ, പക്ഷെ മക്കളെ ശ്രദ്ധിച്ചിട്ട് ബാക്കി പണികളൊക്കെ എടുക്കട്ടോ. അപ്പം ഞാൻ എവിടെ എത്തി ചോദിച്ചാൽ ആദ്യം ഒന്ന് മാറാലൊക്കെ തട്ടിട്ടോ. അറിയാലോ നമ്മളെ വീട് ഓട് ആയതും കാരണം നിറയെ മാറാല ഉണ്ടാവും ഇഷ്ടം പോലെ. ഇപ്പം പൊടീൻ്റെ ആ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ പൊടി എമ്പാടും ഉണ്ടാവും. പിന്നെ നമ്മളെ റോട്ടുമക്കത്താണ് വീട്. അതുകൊണ്ട് അവിടുന്ന് വരെ പൊടി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഓടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരെ ആകപ്പാടെ മൊത്തത്തിൽ പൊടിയാണ്. അതാണ് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ പൊടിയാണ്. അപ്പോൾ പൊടിയൊക്കെ തൂക്കണേൻ്റെ മുന്നേ തന്നെ ആദ്യം ഒന്ന് മാറാല തട്ടണം. മാറാല പൊതുവേ നമ്മൾക്ക് വാടകക്കാരോണ്ട് ഇവിടെ 4 കളിയാണ്. എന്തൊക്കെയാണ് പറയേണ്ടി വെച്ചല്ല. അപ്പോൾ 4 കളിയാണ്. കാരണം എന്താ വെച്ചാൽ ചെതലുണ്ട്. ഈ പട്ടികയൊന്നും പട്ടിക ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. അമ്മ അതിരി ചെതലാണ്. ചെതൽ തട്ടിയാൽ ഞങ്ങളെ പെര പൊളിയും. അമ്മ അതിരിയാണ് നിൽക്കണത്. പുറത്തുനിന്ന് നോക്കിയാൽ നല്ല അടിപൊളി വീടൊക്കെ തന്നെയാണ്. പക്ഷെ ഉള്ളിലേക്ക് കയറി നോക്കണം ഇതിൻ്റെ ഒരു അവസ്ഥ കാണണമെങ്കിൽ. അപ്പം ആരോടും പറയാനുമില്ല, പറയിപ്പിക്കാനുമില്ല. നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഈ ഒരു സൈഡ് കൂടെ നടന്നു പോവുകയാണ്. ആദ്യം മക്കളെ റൂമിൽ തന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഈ ചറപറാറിന് തുണി എറിയുന്ന പരിപാടി മക്കൾക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ കുട്ടികളായിക്കണം, എന്നാലും ഓല് ചറപറാറിന് തുണി വലിച്ച് വാരിയിടും കേട്ടോ. ഇങ്ങനെ തട്ടി ഇങ്ങനെ മടക്കി വെച്ചപ്പോൾ തുണിയും കുപ്പായം ഒരു അടിയിൽ നിന്ന് അങ്ങോട്ട് വലിക്കുമ്പോൾ ആ കിടക്കണമെങ്കിലും സാഷ്ടാംഗം നമിച്ചാണ് നമ്മളെ കാലിൻ്റെ വീട്ടിലാണ് കിടക്കും. പിന്നെ ഓലൊക്കെ പട ചുരുട്ടി കൂടി ബോൾ പരുവത്തിൻ്റെ ഷോക്കേസ് കണ്ട് അല്ലെങ്കിൽ അലമാരയൊക്കെയാണ് തള്ളിയിരുന്ന പരിപാടിയാണ് ഇവിടെ സ്ഥിരം കണ്ടുവരുന്നത്. ഒരുവിധം വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കാലിലുണ്ടാവുക.
അപ്പം അതിനൊരു പരിഹാരമായിട്ട് ഞാൻ ആവശ്യമുള്ള തുണി മാത്രം അവിടെ ഷോക്കേസിലോ അലമാരയിൽ വെക്കലുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചാക്ക് കെട്ടി കട്ടിലിൻ്റെ അടിയിലൊക്കെ ഉണ്ട് വിരിച്ചങ്ങോട്ട് ഇട്ടേക്കണം കേട്ടോ. അവിടെ കട്ടിലിൻ്റെ ആവശ്യമുള്ളത് മാത്രം ചാക്ക് നിർത്താൻ മതി എന്നും പറഞ്ഞേക്കണേ. കാരണം ഇപ്പോൾ സ്കൂളുണ്ടല്ലോ, സ്കൂളുണ്ടായതുകൊണ്ട് കൂടുതലായിട്ട് ഡ്രസ്സുകളും സ്കൂൾക്ക് പോകുന്നുണ്ട്, യൂണിഫോമും കാര്യങ്ങളും മാത്രമേ, പിന്നെ രാത്രി വന്ന് ഇടുന്നത് മാത്രമേ ഞാൻ പുറത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഒക്കെ ചാക്ക് കെട്ടി എടുത്ത് വെച്ചു. അതപ്പം എൻ്റെ ഒരു ടിപ്പില്ലത്. കാരണം ഒരുപാട് ഡ്രസ്സ് എടുത്തിടാതെ ആവശ്യത്തിന് മാത്രം എന്ത് കാര്യമാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ തിന്നുകയാണെങ്കിലും ഒരുപാട് പാത്രത്തിൽ വിളമ്പാതെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്തിട്ട് വിളമ്പാനോ അല്ലെങ്കിൽ എന്തും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറയാൻ പഠിക്കുക. അപ്പം അങ്ങനെ പിന്നെ ഇതാക്കണം ഞാൻ എൻ്റെ തട്ടലും കാര്യങ്ങളൊക്കെ. ആ കട്ടിലിൻ്റെ അടിയിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ശോകമേന്നുണ്ട്, ഭയങ്കര പൊടി മാറാലും എന്ന് പറയുന്ന ഒരുവിധ പരിപാടിയായിരുന്നു. പിന്നെ മക്കൾ പേപ്പർ ഇടുന്നതും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഞാൻ അടിച്ചു വാരി കൂട്ടി. പിന്നെ കണ്ണൻ്റെ റൂമിലും തട്ടി കൂട്ടി ഞങ്ങളെ കട്ടിലിൻ്റെ ഒട്ടിലും നമ്മളതിൽ പിന്നെ വെട്ട് കഷ്ണം കൂടുതലുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഫാനൊക്കെ ഇടുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറന്ന് പോകണത് അതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു വേനൽക്കാലം ഇപ്പോൾ ഈ ഒരു ചൂടുകാലം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കട്ടിലിൻ്റെ അടിയൊക്കെ ഇടക്കും തലക്കും തട്ടിയിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും ചോദിച്ചാൽ ഈ ഇഴജന്തുക്കളുണ്ട്, പാമ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. വല്ലാതെ തണുപ്പ് തേടി വരൂല, ജനലൊന്നും തുറന്നിട്ട് കിടക്കരുത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടിലിൻ്റെ അടിയൊക്കെ തട്ടി വെക്കുക, എല്ലാതും തട്ടി കുടഞ്ഞ് ഉഷാറാക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ചുരുന്ന് മടങ്ങി കിടക്കാൻ എളുപ്പമുണ്ടല്ലോ. നമുക്കിപ്പം ചെറിയൊരു മുള്ളുത്തിയാൽ മതി, അതൊരു ഏതൂന് മാതാന്നും പറഞ്ഞവർക്കാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം മതി നമുക്ക് വലിയ കാര്യത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക, ശ്രദ്ധയോടെ. എത്ര ശ്രദ്ധിച്ചാലും വരാല്ലത് വഴി തിരങ്ങൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ശ്രദ്ധിക്കണത് നല്ലതല്ലേ. അപ്പം അങ്ങനെ കുറേ ശ്രദ്ധിച്ച് എടുത്ത് വെച്ചതാണ് ഈ ഒരു മെഷീൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചാക്കിലാണ് ഞാൻ വെട്ട് കഷ്ണങ്ങൾ ഒരുപാട് ഇട്ട് വെക്കൽ. എമ്പാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായാലുണ്ട്. അപ്പം കടയത്തെ പോലെയൊന്നുമല്ല, ഏകദേശമൊക്കെ ഉണ്ടായാലുണ്ട് കേട്ടോ. വെട്ട് കഷ്ണം ഇതാക്കണ ഞാൻ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളെ പഞ്ചായത്തുകാർ അങ്ങനെ കൊണ്ടുപോകുമൊന്നുമില്ല, തുണിയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ല, ഒരു പ്ലാസ്റ്റിക് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അപ്പം അതിനായിട്ട് എക്സ്ട്രാ പൈസ കൊടുക്കണം, അതൊന്നും അറിയില്ല, ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മളാകുമ്പോൾ വെട്ട് കഷ്ണം പറയുമ്പോൾ ഒന്നിനൊരു ഗുണമില്ലാത്ത പീസുകൾ മാത്രമേ ഞാൻ എടുത്ത് കത്തിക്കുന്നുള്ളൂ. കുറച്ച് എടുത്ത് ഇങ്ങനെ കത്തിക്കലാണ്, ഒക്കെ പാടെ കൂട്ടിയിട്ട് കത്തിക്കലില്ല. ഇപ്പോൾ ഏതായാലും ഒരു ഇത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. വേണ്ടതാണ് ആ ഒരു മതിൽമ വെച്ചിട്ടുള്ളത്, കുറച്ച് വലിയ പീസുകൾ, അല്ലെങ്കിൽ നിറം കൂടുതലുള്ള പീസുകൾ, കറുപ്പ് പീസുകൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പൈപ്പിംഗ് ആയിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ തയ്യൽക്കാലത്ത് അങ്ങനെയാണ്, എല്ലാതും കൂടി കൂട്ടി കത്തിക്കാൻ അവർക്ക് കഴിയൂല കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു പീസ് എവിടെയെങ്കിലും ഒട്ടി ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ എടുത്ത് വെക്കും. അപ്പോൾ ഞാനങ്ങനെ എടുത്ത് വെച്ച് ഇതാ ഇത്ര ആയിട്ടുണ്ട്. പിന്നെ ഇതാക്കണം ഒരുവിധം ചെറിയ പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചാക്ക് ഒന്നും ഫുള്ളായിന്ന് അറിയൊന്നുമില്ല കേട്ടോ. ഇപ്പം നേരെയാണ് ഇപ്പം ഇങ്ങനെ ചാക്ക് നിറഞ്ഞ് ഫുള്ളായത്. അപ്പോൾ അതൊന്നും എടുത്ത് കത്തിക്കട്ടെ. ഏതായാലും കുറേ സാധനങ്ങൾ ഒഴിവാക്കാനുണ്ട് കേട്ടോ. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി തന്നെ വേണം, അതാണ് പിന്നല്ലത്. അങ്ങനെ അതും കൂടി കത്തിച്ചപ്പോൾ അതിന് സമാധാനമായിട്ട് എന്തൊക്കെയോ ഭാരം കുറഞ്ഞ പോലെ ഉണ്ട്. തലേന്നോ ഈ അകത്തുനിന്നോ എന്തൊക്കെയോ ഭാരം കുറഞ്ഞ പോലെ ഉണ്ടെന്ന്. പിന്നെ കട്ടിലൊക്കെ തട്ടി വിരിച്ച് ചുമരൊക്കെ ഒന്ന് തട്ടി നല്ല ഉഷാറാക്കി തുണിമണികളൊക്കെ ഒന്ന് മടക്കി വെച്ചപ്പോൾ എന്തൊക്കെയോ ഒരു സമാധാനം കേട്ടോ. അപ്പോൾ ആ ഒരു മടി എവിടെ പോയി ചോദിച്ചാൽ അതെവിടെയോ ഓടി ഒളിച്ച് പോയിട്ടോ. അപ്പോൾ ഒരു കാര്യത്തേക്ക് ഇറങ്ങിയാൽ അതൊരു 100% കൊടുത്തിട്ട് ഇറങ്ങാം കേട്ടോ. അല്ലെങ്കിൽ മടിച്ച് ഇറങ്ങിയാൽ ഭയങ്കര കേടായി. കാരണം നമ്മൾ എടുക്കണ പണിയും കൂടി നമുക്ക് 2 മണിയാക്കിയിട്ടേ തരുള്ളൂ. പിന്നെ ഒരു പണിക്ക് ഇറങ്ങുമ്പോൾ പ്രാഗി പറഞ്ഞൊന്നും ഇറങ്ങാതിരിക്കുക. കാരണം അപ്പോഴും നമുക്ക് പേരറ്റി പണി തന്നുകൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പണീനെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് സമാധാനത്തോടു കൂടി എങ്ങനെ ചെയ്യുക. അപ്പോൾ അതിനെന്താ മാർഗം ചോദിച്ചാൽ ഒരു പാട്ടൊക്കെ വെക്കട്ടെ, നല്ല ഉഷാറൻ പാട്ടൊക്കെ വെച്ചാലുണ്ടല്ലോ. അപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് ഈ പാട്ടൊക്കെ വെച്ചിട്ട് അത് ദൂരെ കൊണ്ടുപോയി വെക്കട്ടോ. മാറ്റാൻ വണ്ടി പോകാൻ പറ്റൂല. ഇപ്പം ഞാൻ ടി വിയിലാണ് കേട്ടോ പാട്ടുകൾ. ഫോണിൽ അകപ്പാടെ നമ്മൾ 2 MB ആണ് കയറ്റുള്ളത്. അതുകൊണ്ട് അത് തീർക്കലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടി വിയിൽ പാട്ട് കുറച്ച് ഒച്ചത്തിൽ തന്നെ വെക്കലാണ്. ടി വിയിൽ പാട്ട് വെച്ചാൽ പിന്നെ ആ ഒരു പരിസരത്ത് ഞാൻ നിൽക്കൂല കേട്ടോ. വേഗം എൻ്റെ പണിക്കാണ്ട് ഇറങ്ങലാട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ റിമോട്ട് എടുത്ത് മാറ്റി അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോലെ കാരം. അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റി വെക്കലാണ്. ടി വിൻ്റെ റിമോട്ടൊക്കെ അവിടെ തന്നെ കൊണ്ടുവച്ചാൽ പാട്ട് ഏതാ പാടുന്നത് വെച്ചാൽ അത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കും. അത് രസമാണ്, പാട്ട് കേൾക്കുന്ന രസമാണല്ലോ. എന്തൊരു കാര്യത്തിന് നമുക്ക് സങ്കടം വരികയാണെങ്കിലും സന്തോഷം വരികയാണെങ്കിലും ഒക്കെ പാട്ട് കേട്ടാൽ ആ ഒരു മൂഡ് വേറെ ഇരിക്കാറില്ലേ. അപ്പോൾ അത് ആ ഒരു ടിപ്പാട്ടോ, ഒരു മടി മാറ്റാനൊരു ടിപ്പാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നല്ല മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കേൾക്കുക. അതൊന്നും ഏറ്റിട്ടില്ലെങ്കിൽ ഇതൊന്നും ഏൽക്കൂല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യാം കേട്ടോ. അതായിക്കാരം ഏറ്റവും നല്ലത്. വേറെ ഒരാളെ ഒരു മോട്ടിവേഷൻ കേൾക്കാതെ
ഞാൻ ഇന്നെ തന്നെയാണ് ഞാൻ തന്നെയുള്ളൂ ഇത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ എന്താവും, ഇത് വൃത്തിയാവൂല, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തന്നെ ഉഷാറാണ്, ഞാൻ അടിപൊളിയാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്ത് തീർക്കണത്, മണി മാറ്റണതൊക്കെ. അപ്പം എന്തപ്പം നടന്നുകൊണ്ട് നിൽക്കണത് ചോദിച്ചാൽ, അങ്ങനെ ചൊറിഞ്ഞും മാന്തി ഇങ്ങനെ നിൽക്കാതെ ഇല്ല പണികൾ പെട്ടെന്ന് വേണ്ടത് എടുത്ത് തീർക്കുക എന്നാണ് ലക്ഷ്യം. അപ്പം അങ്ങനെ അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. അടുക്കളത്തെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അടുക്കള എന്നുള്ള ഏരിയ മാത്രം ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തിനാണ് ചോദിച്ചാൽ, അതൊരു ദിവസം മാണക്കി ആ ഒരു അടുക്കളയ്ക്ക് ഒരു ദിവസം കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അവിടെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ പണികൾ, പറഞ്ഞിട്ട് കാര്യമല്ല. പക്ഷേ ഒരുപാട് പണികളുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു വീടിൻ്റെ എല്ലാ റൂമും കാര്യങ്ങളും എല്ലാ അലമാരയും ജനലും കട്ടിലൊക്കെ ഒരു ദിവസം കൊണ്ടിക്ക് ആ ഒരു പണി തീർക്കാൻ ഒരു ദിവസം മതി. പക്ഷേ അടുക്കളയത്തെ ഒരു പണി തീർക്കാൻ ഒരു ദിവസം 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ തീർച്ചയായിട്ടും വേണം കേട്ടോ. ആ ഒരൊറ്റ റൂമത്തെ പണി എടുക്കാനായിട്ട് ഒരുപാട് നേരം വേണം. അപ്പം ഞാൻ ഈ അടുക്കള അല്ലാത്ത എല്ലാ ഭാഗത്തും തട്ടലും കൊട്ടലും മോറലും ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ അടുക്കളയ്ക്ക് വന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഈ അടുക്കള തട്ടിക്കൂട്ടിലും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ നാളെയാണ്. കാരണം കുറേ സമയമായി നമുക്ക് ഉച്ചയ്ക്കില്ല പരിപാടികളൊക്കെ നോക്കണം. ചെറിയ ചെറിയ മക്കളൊന്നും ഇല്ലായിട്ടാണ് ഞാൻ കറിയും കാര്യങ്ങളൊന്നും ഈ ഒരു നേരത്ത് വെക്കാതെ. അല്ലെങ്കിൽ ഞാൻ ഈ കറിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ കുട്ടികളില്ലവരാണെങ്കിൽ എല്ലാ ഓൾക്ക് തിന്നാനുള്ള വകകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. ഓളെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇജാതി പണികൾക്കൊക്കെ ഇറങ്ങാനായിട്ട്. അപ്പോൾ അടുപ്പത്തിൽ ഇതാക്കണം നല്ല ഉഷാറായിട്ട് വാഴക്കുപ്പേരി വെന്തുകൊണ്ട് കണ്ട ഒരു നാടൻ വാഴക്കുപ്പേരിയാണ്. ഇപ്പോൾ ഇവിടെ അമ്മ ഉണ്ടല്ലോ, അമ്മക്കിപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയോ കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ വാഴക്കുപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാഴക്കുപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ കുളിച്ച് വന്നപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റി വാഴയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തു. അതിൽ ഉപ്പും മുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളെ പച്ചമുളക് മാത്രം ഇട്ട് പച്ചവെള്ളത്തിൽ വേവിച്ചു. എന്നിട്ട് കടുകൊക്കെ വറവിട്ടിട്ട് അങ്ങനെ ഉപ്പേരി ആക്കി എടുത്താൽ കേട്ടോ. പിന്നെ നമുക്ക് പുഴമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാക്കണം ഞാനൊന്ന് വെക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മുളകിലും കാര്യത്തിനൊക്കെ. പൊരിക്കാനാണെങ്കിൽ പിന്നെ കറി ഞാൻ വേറെ നോക്കേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളത്തിൽ അങ്ങോട്ട് വെച്ചൊരു സമാധാനമാണല്ലോ. അപ്പം നല്ല പരൽമീനാണ് കേട്ടോ. അപ്പം വലിയ വെള്ളമൊക്കെ കുറച്ച് കുറവാണ്. ഇപ്പം പുഴയിലൊക്കെ നല്ല വെള്ളം കുറവാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെ നല്ല വെള്ളം കുറവുണ്ട്. അപ്പോൾ വൈകുന്നേരത്താണ് ഇനി തിരുമ്പലും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇപ്പോൾ രാവിലെ പൊതുവേ പുഴയിൽ പോകലില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് കുളിക്കുന്നത്. അതാണ് അങ്ങനത്തെ പുഴേൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇപ്പം എടുക്കാൻ കഴിയാത്തത്. ഇപ്പോൾ വൈകുന്നേരത്തെ ആട്ടോ, അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് ഇപ്പോൾ ആൾ കൂടുതലുണ്ടാകുക കുളിക്കാനായിട്ട്. പണിക്ക് പോയവരും തൊഴിലുറപ്പിന് പോയവരൊക്കെ ഇപ്പോൾ വൈകുന്നേരത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ രസമാണ് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട്. പിന്നെ ഇതൊക്കെ പാടെ കണ്ടിട്ട് ഭയങ്കര ചൊറിച്ചിൽ ഇളകിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൊറിച്ചിൽ ഇളകിയിട്ടുണ്ട്. പോരാത്തിന് തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മളെ നല്ല പൊടിയാകുമ്പം ഈ അലർജീൻ്റെ ഒരു അസ്കിതി നമുക്ക് പണ്ടേ ഉള്ളതാണ്. പൊടി ആയാലൊക്കെ നല്ല ചൊറിച്ചിലും മുഖമൊക്കെ ചൊറിച്ചിലുണ്ട്. അതേപോലെ തന്നെ പൊടി തുമ്മിയിട്ടും വയ്ക്കൂല കേട്ടോ, നല്ല പൊടിയാണ്. അതുകൊണ്ട് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കാതെക്കാൻ പറ്റൂലല്ലോ. നമ്മൾ എടുക്കണ പണി എപ്പോഴും നമ്മൾ തന്നെ എടുക്കണം. അപ്പോഴാണ് അതൊരു വൃത്തിയാകുള്ളൂ. അങ്ങനെ ഞാൻ ചൊറിച്ചിലും മാന്തലൊക്കെ ആയിട്ട് ഞാൻ മൂപ്പര് വന്നപ്പോൾ മൂപ്പരപ്പം ഇരുന്നാണ് ചോറ് തന്നു. ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ചോറ് തന്നു. അങ്ങനെ ചോറ് നിന്ന് ഇതാക്കണം മാനം നോക്കി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ മെഷീമൊക്കെ വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്നാൾ ഞാൻ വെട്ടി വെച്ചതാണ്. ഇപ്പോൾ വരയും കുറിയൊക്കെ ഇട്ടുകൊണ്ട് വേഗം ഈ പണി എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് പണികൾ എടുക്കുമ്പോഴാണ് കേട്ടോ ഒരു രസമുള്ളൂ കേട്ടോ. തയ്യൽ മാത്രമായാൽ പോരാ, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണ്ടേ. അങ്ങനെ എന്താ യൂട്യൂബിലൊക്കെ തപ്പി തിരഞ്ഞ് നോക്കിയപ്പോഴാണ് സാധാ മെഷീനിലും ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യാമെന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ഇവിടെ കുറച്ച് നൂലും കാര്യങ്ങളുണ്ട്, എംബ്രോയിഡറിൻ്റെ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ശീലം മക്കൾക്ക് വാങ്ങിയതാണ്. എന്തെങ്കിലും ടോപ്പ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഓൾക്ക് യൂണിഫോമിൻ്റെ ആ ഒരു മാതിരി കളറാണ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയൊരു തുണിയാണ്. അപ്പോൾ ഒഴിവാക്കണത് ഏറ്റെടുക്കാനാണല്ലോ ഞാൻ. അങ്ങനെ ഞാൻ എൻ്റെ അളവിനൊരു ചുരിദാർ വെട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ തപ്പി തിരഞ്ഞ് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ, ഇതമ്മേൻ്റെ തന്നെ ആയിക്കോട്ടെ, ഇന്നത്തെ പണി എന്ന് വിചാരിച്ച് അയിമല്ലാണ്ട് ഇരുന്നതാണ്. അപ്പം ഈ ഒരു മേലഭാഗത്ത് ഞാൻ സാധാരണ നൂലാണ് ഇട്ടത്, അടിഭാഗത്ത് എംബ്രോയിഡറിൻ്റെ നൂലാണ് ഇട്ടത്. എന്നിട്ട് വരയും കുറിയൊക്കെ കൊടുത്തിട്ട് അയിമ കൂടാണ്ട് അടിച്ച് പോകുക കേട്ടോ. അപ്പോൾ തുന്നണേക്കാട്ടിൽ ഭേദം ഇങ്ങനെ അടിക്കാൻ തോന്നുന്നു. സാധാരണ മെഷീനാണെങ്കിലും ആൾ പുലിയാണ്, ഉഷാറാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ച് കൊടുക്കട്ടെ. പിന്നെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ മുത്തും കല്ലൊക്കെ കൊടുത്താൽ അടിപൊളിയാക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ പകുതി അടിച്ച് വന്നപ്പോൾ അതിന് സംഭവത്തിൽ നമ്മളെ നൂല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നൂല് ഇതാക്കണം, കുറച്ച് കട്ടിയിലും കുറച്ച് നൂല് കട്ടിയില്ലാതെയുണ്ട്. ഇനിയിപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ വേണം നൂല് വാങ്ങാനായിട്ട്, എന്നാലാണ് ഇത് ഈ അടിച്ചത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം അടിച്ചിട്ടുള്ളത്. അത് കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. ഇങ്ങനെ വിട്ട് പോരൊന്നുമില്ല. അടിഭാഗത്ത് സാധാരണ നൂലാണ് വെച്ചിട്ടുള്ളത്.
പിന്നെ ഇതാക്കണ മേലഭാഗത്താണ് നല്ല ഭാഗത്താണ് ഈ എംബ്രോയിഡറി വരിക കേട്ടോ. സാധാരണ അടിക്കുന്നവർക്കൊക്കെ അറിയുണ്ടാവും ഇങ്ങനെയാണല്ലോ, നമ്മൾ 2 ഭാഗത്ത് നൂലൊക്കെ ഇട്ടിട്ടല്ലേ അടിക്കൽ. അപ്പോൾ അടിനൂലാണ് എംബ്രോയിഡറി കൊടുക്കുക, മേലെ നൂല് സാധാ നൂലാണ് കൊടുക്കുക. പിന്നെ ഇതാക്കുക ഇങ്ങനെ മണിമുത്ത് പോലെ ഒരു ലൈറ്റ് കത്തിക്കണ പോലെ അങ്ങനെ കുഞ്ചലങ്ങൾ തൂക്കിയിട്ടുണ്ട്. ഞാൻ പകുതി ആയപ്പോൾ എനിക്ക് പ്രാന്ത് വന്നിട്ട് അത് അവിടെ മടക്കി വെച്ചു. അതങ്ങനെയാണ് കേട്ടോ, എടുത്ത് പകുതി ആകുമ്പോഴത്തേന് നമുക്ക് മടിയോ പ്രാന്തോ ഒക്കെ പാടെ വരും. അപ്പോൾ അത് എടുത്ത് വെക്കും. അങ്ങനെ എന്താ മൂപ്പരെ കുറച്ച് നേരത്തെ പണിയൊക്കെ കയറി വന്നപ്പോൾ എനിക്കൊരാഗ്രഹം കേട്ടോ, അമ്മനെ കാണാനൊരു പൂതിയായി. കുറേ ആയില്ല അമ്മനെ കണ്ടിട്ട്, എന്നോ അന്ന് കണ്ടതല്ല. അപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ കൂടെയാണ് ഇപ്പോൾ ഈ പോണത് കേട്ടോ, മയിലാടി ഭാഗത്ത് കൂടെ. അക്കമ്പാടാണ് നമ്മളെ നാടുള്ളത്. അപ്പോൾ അതിൽക്കൂടെയാണ് പോണത്. വൈകുന്നേരത്തെ തീരായി സൂര്യൻ ഇതാക്കുന്നത് അസ്തമിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഈ ഒരു പാടവും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഞങ്ങളെ നാട് അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ കാടിൻ്റെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പാണ്. ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ. ഫുള്ള് കാട്, ഫോറസ്റ്റ് അങ്ങനെ പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോണ ആ ഒരു ഏരിയയാണ്, എരഞ്ഞിമങ്ങാടാണിത്. അവിടെയാണ് അമ്മൻ്റെ വീടുള്ളത് കേട്ടോ. അതൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചതാണ്, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് കാണിക്കാത്തത്. പിന്നെ ആ 2 സൈഡും ഇതാക്കുന്നത് നല്ല പോലെ മുളയുണ്ട്. ഇവിടുന്ന് മുളയരി കൊണ്ടുവരലുണ്ട് കേട്ടോ, പായസം വെക്കാനൊക്കെ ആയിട്ട്. കൊല്ലത്തിലൊക്കെ ഏതൊക്കെയോ കൊല്ലത്തിലല്ലേ നമ്മൾ മുളയരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് അമ്മക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് മുളയരി പായസം കുടിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്താനായിട്ടുണ്ട്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടാവും കേട്ടോ. അമ്മ ഭയങ്കരമായിട്ട് എന്തെങ്കിലും പണിയിലാവും. അമ്മ കുറച്ച് നന്നായിക്കുമ്പോൾ നന്നായിക്കോളിനോട് പറഞ്ഞു. കുറച്ച് തടിയെന്ന് കുറച്ച് ജീവൻ വെച്ചു. ഇത് എല്ലാം ഒത്തിരിയൊന്നും പോയി. അപ്പോൾ അങ്ങനെയല്ല ഇപ്പം നേരത്തെ തന്നു മാലയായിട്ട് നന്നായിക്കണം. പിന്നെ ഇത്തിരി നേരം വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാകാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ച് വേഗം വണ്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളൂ കേട്ടോ. ബൈ ബൈ.